ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നെടുക്കാൻ പോകുന്ന ക്ലാസ് എന്ന് പറഞ്ഞാൽ ഹരിത വിപ്ലവമാണ്. ഹരിത വിപ്ലവത്തെക്കുറിച്ചുള്ള ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ കഴിഞ്ഞ 4 എക്സാം എടുത്തു കഴിഞ്ഞാലും ഹരിത വിപ്ലവത്തിൽ നിന്ന് ഓരോ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ഹരിത വിപ്ലവം. അതായത് ഹരിത വിപ്ലവം NCERT ടെസ്റ്റ് ബേസ് ചെയ്താണ്, NCERT +1 ടെസ്റ്റ് ബേസ് ചെയ്താണ് LDC എക്സാമിനുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അടുത്ത ഘട്ടം LDC എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് ഒരു പ്രയോജനമാവട്ടെ എന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് NCERT പോയിന്റ്സ് നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ടാണ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഹരിത വിപ്ലവം അഥവാ ഗ്രീൻ റവല്യൂഷൻ. ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക മേഖലയിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ആവിഷ്കരിക്കപ്പെട്ട ഒരു ബൃഹത്ത് സംരംഭമാണ് ഹരിത വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക് ഐഡിയ അറിയാം. അതായത് ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ്? കാർഷിക മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് ആവിഷ്കരിക്കപ്പെട്ട ഒരു ബൃഹത്ത് സംരംഭമാണ് നമ്മുടെ ഈ ഹരിത വിപ്ലവം. അപ്പോൾ ഹരിത വിപ്ലവത്തെക്കുറിച്ച് പറയുമ്പോൾ ഹരിത വിപ്ലവം തുടങ്ങിയത് ആരാണ്? അതായത് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഹരിത വിപ്ലവം എന്ന പേര് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ആളാരെന്ന് PSC ചോദിക്കാറുണ്ട്. വില്യം ഗൗഡ് ആണ് കേട്ടോ, വില്യം ഗൗഡ്. അപ്പോൾ വില്യം ഗൗഡ് ആണ് ഹരിത വിപ്ലവം എന്ന പേര് മുന്നോട്ട് വെച്ചതെങ്കിലും ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് അറിയപ്പെടുന്നത് ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ്. നോർമൻ ബോർലോഗ് ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ്. അപ്പം നമുക്ക് അവിടെ ഒരു ഡൗട്ട് വെക്കും, ഡോക്ടർ MS സ്വാമിനാഥൻ ആരാണെന്ന് ചോദിക്കും. ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. രണ്ടും തമ്മിൽ തെറ്റിപ്പോല്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ നോർമൻ ബോർലോഗും ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് ഡോക്ടർ MS സ്വാമിനാഥനും. അപ്പോൾ നമുക്ക് SCERT ടെസ്റ്റിൽ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് ഒന്ന് വായിച്ചു നോക്കാം. 1960കളിൽ ഡോക്ടർ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതി ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടാക്കി കേട്ടോ. അപ്പോൾ 1960കളിലാണ് ഹരിത വിപ്ലവം തുടങ്ങിയത് കേട്ടോ. ആരാണ്? ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. അപ്പോൾ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായം ഉപയോഗിച്ച് മെക്സിക്കൻ സർക്കാർ 1945 ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് ഒന്നുകൂടെ ഞാൻ പറയാം. 1960കളിൽ ഡോക്ടർ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതി ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടാക്കി. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ, ഓർത്തു വെച്ചോണേ, റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായം ഉപയോഗിച്ച് മെക്സിക്കൻ സർക്കാർ 1945 ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത്. അപ്പോൾ ഏത് ഫൗണ്ടേഷനാണ് ധനസഹായം നൽകിയെന്നൊക്കെ PSC ചോദിക്കാറുണ്ട്. റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ കേട്ടോ. മെക്സിക്കോയിലാണ് നമ്മുടെ ഹരിത വിപ്ലവം തുടങ്ങിയത്, മെക്സിക്കോയിലാണ്. അതൊന്ന് ഓർത്ത് വെക്കണേ, അതൊന്ന് ക്ലിയർ ആക്കി പോണേ. ഹരിത വിപ്ലവം തുടങ്ങിയത് മെക്സിക്കോയിലാണ് കേട്ടോ, മെക്സിക്കൻ സർക്കാർ. അപ്പം 1945 മെക്സിക്കൻ സർക്കാർ 1945 ആരംഭിച്ച ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത്. അപ്പോൾ ഹരിത വിപ്ലവത്തിന് തുടക്കമായപ്പോൾ ഏത് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണെന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഗോതമ്പ് കൃഷി കേട്ടോ, ഗോതമ്പ് കൃഷി മെക്സിക്കോയിലാണ് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ മെക്സിക്കൻ സർക്കാരിന് ധനസഹായം നൽകിയ ഫൗണ്ടേഷൻ ഏതാണ്? റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ കേട്ടോ. അതോടൊന്ന് ഓർത്ത് വെച്ചോണേ, SCERT പിന്നെ മെക്സിക്കൻ കാർഷിക രംഗത്തുണ്ടായ മുന്നേറ്റം 1960കളിൽ ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യ, പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് എന്നിവയും പിന്തുടർന്നു കേട്ടോ. അപ്പം നമ്മുടെ മെക്സിക്കൻ കാർഷിക രംഗത്തുണ്ടായ മുന്നേറ്റം 1960കളിൽ ഏഷ്യൻ രാജ്യങ്ങളായ നമ്മുടെ ഇന്ത്യയും അതുപോലെ തന്നെ പാകിസ്ഥാൻ, ഫിലിപ്പൈൻസ് എന്നിവ പിന്തുടർന്നു. അതുപോലെ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാരാണ്? ഡോക്ടർ MS സ്വാമിനാഥൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥനാണ്. അതുപോലെ തന്നെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഡോക്ടർ നോർമൻ ബോർലോഗ് ആണ് കേട്ടോ. ഡോക്ടർ നോർമൻ ബോർലോഗ്, തെറ്റിപ്പോലെ. അടുത്തത് നമുക്കിനി അടുത്ത ഫാക്ട് എന്താ നോക്കാം. NCERT 1960കളിൽ കാർഷിക മേഖലയിൽ പുത്തൻ സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും അവലംബിച്ചതോടെ ഉൽപ്പാദനം വളരെയധികം വർദ്ധിച്ചു. അതായത് ഇത്രയേ ഓർത്ത് വെച്ചാൽ മതി. അതായത് നമുക്ക് ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് കാർഷിക രംഗത്ത് പുത്തൻ സാങ്കേതിക വിദ്യകളും യന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഉൽപ്പാദനവും ഒക്കെ വർദ്ധിക്കുകയല്ലേ ചെയ്യുന്നത്. കുറച്ച് പണ്ടത്തെ കാലത്ത് എങ്ങനെയാണ്? 1960കൾക്ക് മുമ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു കർഷകന് എത്ര നേരം പണിയെടുക്കാൻ പറ്റും? അപ്പം അവൻ്റെ പണിയെടുക്കുന്ന സമയം പോവും, അതുപോലുള്ള ഇത് വരും.
അത് വരും. പക്ഷേ അതിനെ തുടർന്ന് നമ്മൾ പുത്തൻ സാങ്കേതിക വിദ്യകളും മെഷീൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് കൃഷി പോലുള്ള കൃഷിയൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഉൽപ്പാദനക്ഷമതയും വളരെയധികം വർദ്ധിക്കാനും സാധിക്കും കേട്ടോ. 1960-കളിലാണ്. അതുപോലെ തന്നെ 1961 കാലയളവിൽ നടപ്പിലാക്കിയ തീവ്ര കാർഷിക ജില്ലാതല പരിപാടി IADP PSC ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 1960-61 കാലയളവിൽ നടപ്പിലാക്കിയ തീവ്ര കാർഷിക ജില്ലാതല പരിപാടി IADPയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗവും HYV സീഡ്സ് കേട്ടോ ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടാക്കി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കേട്ടോ ഇത്. അപ്പോൾ എന്താണ് ഒന്നുകൂടെ ഞാൻ പറയാം, 1960-61 കാലയളവിൽ നടപ്പിലാക്കിയ തീവ്ര കാർഷിക ജില്ലാതല പരിപാടി അഥവാ IADPയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം HYV സീഡ്സ് കേട്ടോ HYV സീഡ്സ് കേട്ടോ ഭക്ഷ്യധാന ഉൽപ്പാദനത്തിൽ വൻ വർധനവ് ഉണ്ടാക്കി. ഇതിനെയാണ് ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഇന്ത്യയിലെ ഹരിത വിപ്ലവം എന്ന് പറയുമ്പോൾ എന്താണ്? 1960-61 കാലയളവിൽ തീവ്ര കാർഷിക ജില്ലാതല പരിപാടി IADPയും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗവും HYV സീഡ്സ് ആണ് ഭക്ഷ്യധാന ഉൽപ്പാദനത്തിൽ വൻ വർധനവുണ്ടാക്കി. ഇതിനെയാണ് നമ്മൾ ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. അത്ഭുതവാഹമായ രീതിയിൽ ഉൽപ്പാദന വർധനവ് സാധ്യമായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗമാണ്. ആയതിനാൽ ഇത്തരം വിത്തുകളെ അത്ഭുത വിത്തുകൾ, മിറാക്കിൾ സീഡ്സ് എന്ന് പറയുന്നു. അതായത് നമ്മൾ പുതിയ സീഡ്സിനെയൊക്കെ കണ്ടെത്തി അതിൻ്റെയൊക്കെ കൃഷിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അതിനൊക്കെ എന്താണ് ഉൽപ്പാദനത്തിൽ വളരെയധികം വർധനവുണ്ട്. കാര്യം നമ്മൾ പുത്തൻ സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും ഉപയോഗിച്ചാണ് പുതിയ സീഡ്സിനെയും അതുപോലുള്ള തീവ്ര കാർഷിക ജില്ലാതല പരിപാടികളും ഒക്കെ സംഘടിപ്പിച്ചാണ് ഈ ഒരു ഹരിത വിപ്ലവം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കുറച്ചുകൂടെ അങ്ങനെയൊക്കെ പുത്തൻ സാങ്കേതിക വിദ്യകളൊക്കെ കൃഷിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അവിടെ വരുന്നത്? ഉൽപ്പാദന വർധനവ് വളരെയധികം കൂടുകയും ചെയ്യും. കണ്ടോ, ഉൽപ്പാദന വർധനവ് കൂടുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത് ഈ ഒരു പോയിന്റ്. അടുത്തത്, ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന് നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം നോട്ട് ചെയ്ത് വെച്ചോണേ, PC ഉപയോഗിക്കുകയോ പരീക്ഷയ്ക്ക് ഉപയോഗിക്കും. അപ്പോൾ ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിപ്പിച്ചതിന് നിരവധി കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണ് കാരണങ്ങൾ നമുക്ക് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, പിന്നെ രാസവളങ്ങളുടെയും കീടനാശിനികളുടെ ഉപയോഗം, ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം, കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം, അതുപോലെ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത്, കാർഷിക വിളകൾക്ക് ഉയർന്ന വില ലഭിച്ചത്, അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭ്യമായത് എന്നിവയിൽ ചിലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്ന് പഠിക്കാം, ഇത്രയും അങ്ങ് പഠിക്കാം. അപ്പോൾ ഹരിത വിപ്ലവത്തിലൂടെ കാർഷികോൽപാദനം വർദ്ധിച്ചതിന് നിരവധി കാരണങ്ങളുണ്ട്. അപ്പോൾ ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം നമുക്കറിയാം, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനം, അതായത് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് ഹൈ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് ഭയങ്കര ഉൽപാദന വർധനമൊക്കെ വളരെയധികം കൂടും. അപ്പോൾ ഒരു കാരണമാണ് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളുടെ ഉപയോഗം, മറക്കരുത്. 2, രാസവളങ്ങളുടെയും കീടനാശിനികളുടെ ഉപയോഗം. ഉപയോഗം നമുക്കറിയാം. നമ്മളൊരു ഉദാഹരണം പറയണം, നമ്മളൊരു വാഴ വെറുതെ വെച്ച് കഴിഞ്ഞാൽ അത് വളർന്നു വന്ന് അതിനകത്തൊരു വാഴക്കൊല വരാൻ സമയമെടുക്കും. പക്ഷേ നമ്മൾ എന്തെങ്കിലും രാസവളങ്ങളോ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്താണ്, നമ്മൾ നടന്ന വാഴയ്ക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല. എന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വളർന്ന് നമുക്ക് വാഴക്കൊല വരികയും ചെയ്യും. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോ നിങ്ങൾ. രണ്ടാമത്തെ എന്താണ്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെ ഉപയോഗം. മൂന്നാമത്തേത് ജലസേചന സൗകര്യങ്ങളുടെ വർധനവ്. അപ്പം ജലസേചന സൗകര്യങ്ങളുടെ വർധനയോടെ വേണം. ജലമൊക്കെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എന്താണ്, കൃഷിക്ക് ഏറ്റവും വേണ്ടത് എന്താണ്, ജലസേചനമാണ്. അപ്പം ജലസേചന സൗകര്യങ്ങളുടെ വർധനവ് കാർഷികോൽപാദനം വർദ്ധിച്ചതിന് ഒരു കാരണമാവുന്നു. അടുത്തത്, ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം. ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നമ്മൾ ഓരോ കർഷകർ ഓരോ നിലത്തിലും കൃഷി സ്ഥലത്തും പോയി ചെയ്യുമല്ലേ. അപ്പം നമ്മുടെ മാൻ പവർ കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഓരോ കർഷകൻ പോയി എത്ര നേരം പണി ചെയ്താൽ ഒരു വിത്തിനങ്ങൾ അല്ല ഒരു ഗോതമ്പായിക്കോട്ടെ, ഒരു നിങ്ങൾ ഉത്തരം ഉദ്ദേശിച്ച ഒരു വാഴയായിട്ട് നടാൻ, ഒരു ഗോതമ്പായിക്കോട്ടെ നെല്ലായിക്കോട്ടെ നടാൻ സാധിക്കും. പക്ഷേ നെല്ലൊക്കെ നടുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടൊക്കെ ഓരോ കർഷകൻ പോയി എത്ര നാൾ ഇരുന്നിട്ടായിരിക്കും നടുന്നത്. അതിന് പകരം ഇപ്പോൾ ആധുനിക കാർഷിക ഉപകരണങ്ങളൊക്കെ വന്നതുകൊണ്ട് തന്നെ നെല്ല് നടാൻ വരെ നമുക്കിപ്പോൾ ഉപകരണങ്ങളായി, ട്രാക്ടർ അങ്ങനെ തുടങ്ങിയതൊക്കെ ഇല്ലേ. അപ്പോൾ അത് തന്നെ ഒരു കാർഷിക ഉൽപ്പാദന വർധനവ് അവിടെ കൂടുകയാണ് ചെയ്തത്. അപ്പോൾ ആധുനിക കാർഷിക ഉപകരണങ്ങളുടെ ഉപയോഗം
അപ്പോൾ കാർഷികോൽപ്പന്നത്തെ കൂട്ടി. അടുത്തത് കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു തന്നെ അതിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് വെച്ചോ. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം. പിന്നെ കുറഞ്ഞ പലിശയ്ക്ക് വായ്പകൾ ലഭ്യമായത്, കാർഷിക വിഭവങ്ങൾക്ക് ഉയർന്ന വില ലഭിച്ചത്. പിന്നെ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതലായി ലഭ്യമായത് എന്നിവയാണ് വിവരിച്ചത്. അപ്പോൾ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളൊക്കെ ഈ നമ്മുടെ ഹരിത വിപ്ലവം വന്നതിന് ശേഷം വിറ്റഴിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ കൂടുതലായി ലഭ്യമായിട്ടുണ്ട് കേട്ടോ. അതാണ് ഇവിടെ പറയുന്നത്, എടുത്തു പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കണം. അടുത്തത് ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യ ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഹരിത വിപ്ലവത്തിലൂടെയാണ് നമ്മുടെ ഇന്ത്യ ഭക്ഷ്യരംഗത്ത് സ്വയം പര്യാപ്തത നേടിയത്. സ്വന്തം ഉപഭോഗത്തിനഹിതമായി വിപണിയിൽ വിൽക്കുന്നതിനുള്ള വിപണന മെച്ചം നേടിയെടുക്കുന്നതിന് കർഷകർക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങളെന്ന് NCERT ടെസ്റ്റിൽ എടുത്തു പറയുന്നുണ്ട്. അതൊക്കെ എന്തെന്ന് നോക്കാം. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ: ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു. അപ്പോൾ ഭക്ഷ്യക്ഷാമം, അതായത് നമുക്ക് പട്ടിണിയും കാര്യങ്ങളൊന്നും ഇല്ലാതായി, നമ്മുടെ ഉൽപ്പാദനം വർദ്ധിച്ചു എന്നാണ് പറയുന്നത്. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു. അടുത്തത് ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പം ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ ആദ്യം വരുന്നത് എന്താണ്? ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു. രണ്ടാമത്തെ ഗുണം എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ, എക്സാമ്പിൾ എന്താണ്, നമ്മൾ റേഷൻ കടയൊക്കെ ഓർത്ത് വെച്ചാൽ ആ പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യസാധനം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. ഇത്രയൊക്കെയാണ് ഗുണങ്ങളെന്ന് വരുന്നത്. അപ്പം ഗുണങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഭക്ഷ്യക്ഷാമം ഇല്ലാതായി, ഉൽപ്പാദനം വർദ്ധിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഭക്ഷ്യധാന്യ ശേഖരത്തിൽ നിന്നും പൊതുവിതരണ സംവിധാനത്തിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ കഴിഞ്ഞു. കൃഷിയോഗ്യമായ സ്ഥലത്തിൻ്റെ അളവ് വർദ്ധിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഹരിത വിപ്ലവം, അതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത് എന്താണ് പറയേണ്ടത്? ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകളും നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. പോരായ്മകളും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യം എടുത്താലും അതിനൊരു ഗുണവും കാണും, അതിനൊരു ദോഷവും കാണും. അപ്പം നമുക്ക് ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹരിത വിപ്ലവം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പഠിച്ചു വെച്ചോ. ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ, ഒന്നാമത്തെ പോരായ്മ എന്താണ്? ഹരിത വിപ്ലവം മുഖേന വൻകിട കർഷകരും ചെറുകിട കർഷകരും തമ്മിലുള്ള അന്തരം കൂടി. ക്ലിയർ അല്ലേ? അടുത്തത് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ധനിക കർഷകർക്കായിരുന്നു. കണ്ടോ, നോട്ട് ചെയ്ത് വെച്ചോ. ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ആർക്കായിരുന്നു? ധനിക കർഷകർക്ക്. അതായത് എന്താണ്, പൈസയുള്ള കർഷകർക്ക്. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ ഗുണം കൂടുതൽ ലഭിച്ചത് ആർക്കാണ്? ധനിക കർഷകർക്കായിരുന്നു. മറക്കല്ലേ. ഇതിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. ഇതിൻ്റെ ഒന്നാം ഘട്ടം ചില സംസ്ഥാനങ്ങളിൽ മാത്രമായി നിന്നു. നമുക്കറിയാം ഹരിത വിപ്ലവത്തിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്നാം ഘട്ടം, രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഹരിത വിപ്ലവം നടന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാം ഘട്ടത്തിൽ ചില സംസ്ഥാനങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു. ഏതാ? ഹരിത വിപ്ലവം. രണ്ടാമത്തെ പോയിന്റ്, കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. കണ്ടോ, നോക്കിക്കോടെ. കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി. പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ കാർഷിക വായ്പകളുടെ ആവശ്യകത കൂടി, പാവപ്പെട്ട കർഷകരുടെ ജീവിത നിലവാരത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കി. നോട്ട് ചെയ്ത് വെച്ചോ. യന്ത്രവൽക്കരണം തൊഴിൽ നഷ്ടമുണ്ടാക്കി. വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഇത് ഏറെ സഹായിച്ചത്. അപ്പോൾ നോക്കിക്കോണേ, വാണിജ്യ വിളകളുടെ പുരോഗതിക്കാണ് ഇത് ഏറെ സഹായിച്ചത്. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമായി ഇതിൻ്റെ ഫലം ലഭിച്ചത്. കേട്ടോ, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചോ. ഭക്ഷ്യവിളകളിൽ ഗോതമ്പിന് മാത്രമായിരുന്നു ഇതിൻ്റെ, അതായത് ഹരിത വിപ്ലവത്തിൻ്റെ ഫലം ലഭിച്ചത്. അതുകൊണ്ട് ഇതിനെ വീറ്റ് റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്നു. അതുകൊണ്ട് ഇതിനെ എന്താണ് അറിയപ്പെടുന്നു? വീറ്റ് റവല്യൂഷൻ എന്നറിയപ്പെടുന്നു. കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് പിന്നെ ഇതിൻ്റെ സബ്സിഡി വിവാദം എന്ന് പറഞ്ഞൊരു ഇതിനകത്ത് ടോപ്പിക്ക് തന്നെ കിടക്കുന്നുണ്ട്. ഹരിത വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട സബ്സിഡി വിവാദം എന്താണ്? കാർഷിക മേഖലയിലെ സബ്സിഡികളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുത്തൻ കാർഷിക രീതികൾ നടപ്പിലാക്കാൻ കർഷകർക്ക് ആധുനിക യന്ത്ര സാമഗ്രികളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും രാസവളങ്ങളും വൈദ്യുതിയും മറ്റും സൗജന്യ നിരക്കിൽ നൽകുന്നു. കർഷകന് ഇവ ലഭ്യമാക്കുന്ന വിലകളും അവയുടെ മാർക്കറ്റ് വിലകളും തമ്മിലുള്ള അന്തരം സർക്കാർ വഹിക്കുന്നു. ഇതിനെയാണ് കാർഷിക
സബ്സിഡി എന്ന് പറയുന്നു. അപ്പോൾ കാർഷിക സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ട അനുകൂല വാദഗതികൾ നമ്മുടെ ടെസ്റ്റിൽ എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പഠിച്ചു വെക്കേണ്ടതുണ്ട്. കാർഷിക സബ്സിഡിയുമായി ബന്ധപ്പെട്ട അനുകൂല വാദഗതികൾ എന്തൊക്കെയാണ്? നവീന രീതിയിലുള്ള കാർഷിക തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ സബ്സിഡി അനിവാര്യമാണ്. ഇന്ത്യയിലെ മിക്ക കർഷകരും പാവപ്പെട്ടവരായതിനാൽ വിലയേറിയ കാർഷിക യന്ത്രങ്ങൾ, രാസവളങ്ങൾ, പമ്പ് സെറ്റുകൾ തുടങ്ങിയവ വാങ്ങാൻ സബ്സിഡി ആവശ്യമാണ്. വളർച്ചാ പ്രളയം തുടങ്ങിയവ മൂലം പലപ്പോഴും കർഷകർക്ക് വൻ നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട്. അത്തരം സാഹചര്യങ്ങൾ സബ്സിഡി വളരെ ആശ്വാസമാണ്. പിന്നെ വരുന്നത് ജനങ്ങളെ കൃഷിയിലേക്ക് ആകർഷിക്കാൻ സബ്സിഡി സഹായകരമാണ്. അതുപോലെ തന്നെ സബ്സിഡികൾ നൽകുന്നത് കൃഷിയുടെ വ്യാപനത്തിനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാണ്. സബ്സിഡി ദരിദ്ര കർഷകരും ധനിക കർഷകരും തമ്മിലുള്ള അന്തരം കുറയ്ക്കാൻ സഹായിക്കും. അങ്ങനെ സമത്വം എന്ന ലക്ഷ്യം നേടാൻ സഹായകമാകും. പ്രതികൂല വാദഗതികളൊന്നും നമുക്ക് നോക്കാം. സബ്സിഡിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് പ്രതികൂല വാദഗതികൾ? പുതിയ സാങ്കേതിക വിദ്യകളും കൃഷിരീതികളും വ്യാപകമായതിലൂടെ കൃഷി ആദായകരമായതിനാൽ സബ്സിഡി തുടർന്ന് നൽകേണ്ടതില്ല. രാസവള സബ്സിഡിയുടെയും കൂടുതൽ ഗുണവും രാസവള നിർമ്മാതാക്കൾക്ക് ആണ് ലഭിക്കുന്നത്, കർഷകർക്കല്ല. സബ്സിഡി നൽകുന്നതിലൂടെ ഗവൺമെന്റിന് കൂടുതൽ സാമ്പത്തിക ബാധ്യതയുണ്ടാകുന്നു. അപ്പോൾ സബ്സിഡി നൽകുന്നതിലൂടെ ഗവൺമെന്റിന് കൂടുതൽ എന്താണ് ഉണ്ടാകുന്നത്? സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സബ്സിഡി യഥാർത്ഥ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിൽ പലപ്പോഴും പരാജയം സംഭവിക്കുന്നു. സബ്സിഡി യഥാർത്ഥ ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്നതിൽ പലപ്പോഴും പരാജയം സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. പരാജയം സംഭവിക്കുന്നു. സബ്സിഡിക്കായി മാറ്റിവെക്കുന്ന തുക മറ്റ് വികസനങ്ങൾക്കായി വിനിയോഗിച്ചാൽ ഒരുപക്ഷെ കൂടുതൽ പ്രയോജനം ലഭിച്ചേക്കും. അപ്പോൾ ഇതൊക്കെയാണ് സബ്സിഡിയുടെ പ്രതികൂല അനുകൂല വാദഗതികൾ ഇതൊക്കെയാണ്. അനുകൂല വാദഗതികൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ചു. ഇന്ന് എന്താണ് പഠിച്ചത്? ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട നമ്മളെ NCERT ടെസ്റ്റിലെ എല്ലാ പോയിന്റ്സും നമ്മളിന്ന് പഠിച്ചിട്ടുണ്ട്. ഇതിനകത്തു നിന്നാണ് പരീക്ഷയ്ക്ക് ഉള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങളിത് നോക്കിയിട്ട് പോവുക. അതുപോലെ തന്നെ മെയിനായിട്ട് പഠിക്കേണ്ടതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിൻ്റെ പോരായ്മകൾ, ഹരിത വിപ്ലവത്തിൻ്റെ ഗുണങ്ങൾ, ഹരിത വിപ്ലവം എന്താണ്, കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി നിങ്ങൾ അടുത്ത ഘട്ടം എക്സാം എഴുതുന്ന കൂട്ടുകാർക്ക് വളരെയധികം പ്രയോജനപ്രദമാകുന്ന ഒരു ക്ലാസ്സാണ് ഇന്ന് നമ്മളിന്ന് എടുത്തത്, ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ മാക്സിമം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക എന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്ത ഘട്ടം എഴുതുന്നവർ ഓരോ ഹോട്ട് ടോപ്പിക്സും എടുത്ത് പഠിച്ച് തന്നെ പോകണം. പ്രത്യേകിച്ച് ഹരിത വിപ്ലവം. ഇനി ഞാൻ ഹരിത വിപ്ലവത്തിൻ്റെ കൂടെ തന്നെ ഞാൻ നമ്മുടെ പുത്തൻ സാമ്പത്തിക നയം എന്ന് പറഞ്ഞ് അതുമായിട്ട് ബന്ധപ്പെട്ട NCERT ക്ലാസ് ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ ഇടുന്നതാണ്, പുറകെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യണം. ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്? ഹരിത വിപ്ലവം ഏത് പഞ്ചവത്സര പദ്ധതിയിലാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഏത് പഞ്ചവത്സര പദ്ധതിയാണ്, ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് എന്നൊക്കെയുള്ളത് 2 ക്വസ്റ്റ്യനായിട്ട് ഞാൻ ചോദിക്കുകയാണ്. അതിൻ്റെ ആൻസർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് അടുത്ത ഘട്ടം എഴുതുന്ന കൂട്ടുകാർക്ക് ഏതെങ്കിലും ക്ലാസ് എടുത്ത് തരണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഏത് ടോപ്പിക്കാണ് വേണ്ടതെന്നുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഹരിത വിപ്ലവം നമ്മളിന്ന് കംപ്ലീറ്റ് ആക്കി. അടുത്ത ദിവസം നമ്മൾ പുത്തൻ സാമ്പത്തിക നയവും ഉദാരവൽക്കരണം ഒക്കെ നമ്മൾ എടുക്കുന്നതാണ്. ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം ഒക്കെ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമ്മൾ NCERT ടെസ്റ്റ് ബേസ് ചെയ്തുള്ള ക്ലാസ്സസ് അടുത്തടുത്ത ദിവസങ്ങളിൽ ഇടുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ പഠിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തതിന് ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഓൾ.